ബിവറേജസ് കോർപ്പറേഷനിലെ പൊട്ടിയ കുപ്പികളുടെ എണ്ണം ഒരു വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടു. അപ്പോൾ ബിവറേജസ് കോർപ്പറേഷനിലെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥാപനമാണ്. ആകെ കേരളത്തിൽ കച്ചവടം നടക്കുന്ന ഒരേ ഒരു സ്ഥാപനം അതാണ്. അതറിയാം നമുക്ക്, കാരണം അത്രത്തോളം ചിലവുണ്ട് അവിടെ, ഒരുപാട് ആളുകൾ ചെല്ലുന്ന സ്ഥലമാണ്. ബിവറേജസ് കോർപ്പറേഷനിലെ ഒരു എളുപ്പ മാർഗ്ഗമുണ്ട് കേട്ടോ. ഇവർ ഈ കുപ്പി പൊട്ടി മദ്യം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മൊത്തം അവിടെ വിൽപ്പനയുടെ 0.05%, അതായത് 0.05%, വളരെ കുറവാണ്. അത് മാത്രമേ അവർ സഹിക്കുള്ളൂ. ഇതാണ് കാര്യം. അതായത് നഷ്ടം സഹിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഇത് ഈ കുപ്പി പൊട്ടുന്ന എപ്പോഴാണെന്നറിയോ? ഇത് എടുത്ത് വിൽക്കുമ്പോഴൊന്നുമല്ല പറയുന്നത്, കയറ്റിറക്ക സമയത്ത് ഇറക്കണം, പിന്നെയും കയറ്റണം, പിന്നെ ഇറക്കണം. അപ്പം കുപ്പി പൊട്ടിപ്പോവും. യഥാർത്ഥത്തിൽ ഇത് പൊട്ടിക്കുന്നതാണ്. പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എറിഞ്ഞു പൊട്ടിക്കല്ല, ഈ കുപ്പി തുറക്കുന്നതിനും ഈ പൊട്ടിക്കുന്നതെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് പൊട്ടിക്കുന്നതാണ് ഈ പണി. അതാണ് പൊട്ടേര് നടക്കുന്നത്. ഈ കഴിഞ്ഞ 2 വർഷത്തിനകത്ത് പൊട്ടിയ കുപ്പികളുടെ എണ്ണം കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. 2,97,700 കുപ്പികളാണ്, മദ്യക്കുപ്പികളാണ് പൊട്ടി മദ്യം നഷ്ടപ്പെട്ടേക്കുന്നത് കേട്ടോ. ഇവിടെ ഈ പാവങ്ങൾ അവിടെ പോയി ഇവരുടെ ആട്ടും തുപ്പും ഒക്കെ കേട്ട് ക്യൂ നിന്ന് അവിടെ അടിയും വഴക്കും ഒക്കെ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഈ ദാഹജലം വാങ്ങിക്കും. ഇതില്ലാതെ മനുഷ്യർക്ക് ജീവിക്കാൻ ഒക്കത്തില്ല ഇന്നത്തെ കാലത്ത്. ആ രീതിയായി. കാരണം അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ആ രീതി. അതുപോലെ അതപ്പതിച്ചു പോയി കുടിയന്മാരുടെ എണ്ണം. ഈ കുടിയന്മാരുടെ കാര്യം എന്നുണ്ടോ, ഇവർ ചെയ്യുന്ന രാജ്യസേവനം എന്ന് പറയുന്നത് വളരെ വലിയ സേവനമാണ് ഇവർ നടത്തുന്നത്. ഇവർ ഈ ആട്ടും തുപ്പൊക്കെ സഹിച്ചു പോയതെന്ന് വാങ്ങിക്കുമ്പോൾ ഇവന്മാരുടെ കയ്യിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുമാന റവന്യൂ സർക്കാരിന് കിട്ടുന്നത്, ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനേ. അത് ഒരിക്കൽ ഒരാൾ ഒരുത്തന്നെ ഇവിടെ ഒരു കോമഡി പ്രോഗ്രാമിനകത്ത് പറയുന്നത് കേട്ടോ. അവൻ്റെ ജോലി എന്തോന്ന് ചോദിച്ചപ്പോൾ, ഞാൻ രാവിലെ ബിവറേജസ് കോർപ്പറേഷൻ പോയി ക്യൂ നിൽക്കും കേട്ടോ. അവിടെ ഞാൻ ഇതിപ്പോൾ എങ്ങനെ ജീവിക്കുന്നത്, കുപ്പി വിറ്റാ ജീവിക്കുന്നതെന്ന്. ഒരു കുപ്പി വിൽക്കുമ്പോൾ 2 രൂപ കിട്ടുമെന്ന് അവൻ പറഞ്ഞതാണ്. ഇതെങ്ങനെ വിൽക്കുന്നറിയോ? അവിടെ പോയി ക്യൂ നിന്ന് ഈ മദ്യം വാങ്ങിച്ച് ഇത് കഷ്ടപ്പെട്ട് കുടിക്കും, എന്നിട്ട് എൻ്റെ കുപ്പി വിൽക്കുന്നത്. അത് ഒരു തമാശയാണെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ രീതിയിൽ അതപ്പതിച്ചു പോയിരിക്കുന്നു നമ്മുടെ സമൂഹം. ഇവർക്ക് ബിവറേജസ് കോർപ്പറേഷൻ ഇത്രത്തോളം കച്ചവടം നടക്കണമെങ്കിൽ അത്രത്തോളം മദ്യത്തിൻ്റെ ഉപയോഗമുണ്ട്. അതാ കാര്യം. ആ മദ്യം ഇതില്ലാതെ ഇന്ന് ഈ ജനങ്ങൾക്ക് അനങ്ങാൻ വയ്യ കേട്ടോ. ആ രീതിയിലായി. ഒരിക്കൽ ഒരാൾ ഒരു പരാതി പറയണം എന്നുള്ളതിനെക്കുറിച്ച്. ഇപ്പം ഈ അടുത്ത സമയത്ത് ഒരു റോഡ് അപകടം ഉണ്ടായി. അതിന് ആളുകളൊന്നും അത് അന്വേഷിക്കാൻ നടക്കാരായിരുന്നു. അപകടം ഉണ്ടായി കഴിഞ്ഞ് ഭയങ്കരമായിട്ട് വലിയ മുറിവ് പറ്റി ഒരു പയ്യന്, ഒരു യുവാവിന്. അപ്പോൾ അവൻ്റെ വാപ്പ പോയി ഒരു പരാതി കൊടുക്കണം പോലീസ് സ്റ്റേഷനിൽ. അയാൾക്ക് സംസാരിക്കണമെങ്കിൽ കുടിക്കണമെന്ന് പറഞ്ഞതാണ്. അയാൾക്ക് സംസാരിക്കണമെങ്കിൽ മദ്യപിക്കണം. ഇല്ല, സംസാരിക്കാൻ ഒക്കത്തിലേക്ക്. സംസാരശേഷി ഇല്ലെങ്കിൽ മദ്യം അകത്തോട്ട് ചെല്ലണം. അപ്പോൾ പോലീസുകാർ മദ്യം വാങ്ങിച്ചു കൊടുക്കും? ഇല്ല. അത് കാരണം അയാൾക്ക് സംസാരശേഷി ഇല്ലാത്തതുകൊണ്ട് ആ പരാതി കൊടുക്കത്തില്ലെന്ന് പറഞ്ഞതാണ്. ഞാൻ പോയി പണി നോക്കാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് പരാതി കൊണ്ട് വന്നതാണ്. ഈ രീതിയിലുള്ള ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവർക്ക് ആളുകൾക്ക് ഇത് വേണം, ഇത് കുടിച്ചേ പറ്റുള്ളൂ. അതുപോലെ മദ്യാസക്തി അങ്ങനെയായി. മാത്രമല്ല ഇതിൻ്റെ അടിമകളായി ഒരുപാട് പേര്. അപ്പോൾ അവരെ ഏറ്റവും വലിയ ചൂഷണം നടത്തിയാണ് സർക്കാർ പണം ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ കുറ്റം പറയുന്നില്ല. ഇതിന് നികുതി നന്നായിട്ട് വാങ്ങിക്കണം, ഒരു കുഴപ്പമില്ല. കാരണം ഇവരൊക്കെ ഇത് സൂഹിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ. ഇഷ്ടംപോലെ കൊടുക്കട്ടെ പൈസ, അതിന് എനിക്ക് പരാതിയില്ല. പക്ഷേ ഇത് കൊടുക്കുമ്പോൾ പട്ടിണിയാവുന്ന വീടുകൾ നമ്മളൊന്ന് ആലോചിക്കണം. ഇവരൊക്കെ പോയി ഒരു ദിവസം ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പണം അവന് 1,000-1,500 രൂപ ജോലി ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ നിന്നൊരു 100-200 രൂപ അവൻ്റെ വീട്ടിൽ കിട്ടും. ബാക്കി മുഴുവൻ അവന് ചിലവാക്കുന്നത് കുടിക്കാനാണ്, മദ്യത്തിനാണ്. അപ്പോൾ അതൊരു വളരെ ദുഃഖകരമായ സംഭവമാണ്. ഞാനിത് തമാശയായിട്ട് പറഞ്ഞെങ്കിൽ പോലും ഉണ്ടല്ലോ, വളരെ വലിയ ദുഃഖകരമായൊരു സംഭവമാണ്. ഇതിന് വില കൂടുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഞാനിത് പറഞ്ഞെങ്കിൽ പോലും, അവന്മാരുടെ ഇത് ഈടാക്കണമെന്ന് പറഞ്ഞെങ്കിൽ പോലും അത് അനുഭവിക്കുന്നത് പാവപ്പെട്ട സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. അത് നമ്മളൊന്ന് തിരിച്ചറിയണം. ഈ അടുത്ത സമയത്ത് ഒരാൾ പറഞ്ഞ് ഞാൻ കേട്ടതാണ്. എനിക്കറിയത്തില്ല, കാരണം ഞാൻ ഈ ബിവറേജസ് കോർപ്പറേഷൻ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ പെൺകുട്ടികൾ പോയി ക്യൂ നിന്ന് ബിയറും മദ്യവും വാങ്ങുന്നതായിട്ട് ഞാൻ പറഞ്ഞു കേട്ടു. പെൺകുട്ടികൾ ക്യൂ നിൽക്കുന്നുണ്ട്. അതുപോലെ വേറൊരാൾ പറഞ്ഞത്, ഈ ബാറുകളിലുണ്ടല്ലോ, ഈ ബാറിൽ ഇതൊക്കെ ഞാൻ കയറിയിട്ടില്ല, അവിടുത്തെ സാഹചര്യം എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ പോയിട്ടില്ല. ബാറുകളിൽ മേശ കിട്ടാനില്ലെന്ന് ഇരിക്കാൻ പെൺകുട്ടികളാണ് കൂടുതലും. പറയുന്നതാണോ ഉള്ളതാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇതുപോലെ നമ്മുടെ അങ്ങനെയാണെങ്കിൽ
നമ്മുടെ സംസ്ഥാനം ഒരുപാട് അധപ്പതിച്ചു പോയിക്കുന്നില്ലേ? നമ്മുടെ സംസ്കാരമൊക്കെ എങ്ങോട്ട് പോയി നമ്മൾ ചിന്തിക്കണം. അതിനിടയിലാണ് ഈ തരികിട, അതായത് 2 വർഷം കൊണ്ട് കയറ്റി ഇറക്കിയതാണ് അവർ. ആ ഇറക്കിയതിൽ പൊട്ടിപ്പോയ മദ്യക്കുപ്പികളുടെ എണ്ണം 2,97,700 എണ്ണമാണ്. കഴിഞ്ഞ, അതായത് 2022 ജനുവരി മുതൽ 2024 ജൂൺ വരെ പൊട്ടിയതന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെ പൊട്ടിച്ചടിച്ചു. അതാണിത്, അത് വന്നേക്കുന്നത്. അല്ലാതൊന്നും ആരുടെയിൽ നിന്നും ഈ കുപ്പിയൊന്നും താഴെയൊന്നും വീഴത്തൊന്നുമില്ല ഇറക്കുമ്പോഴൊക്കെ. ചിലപ്പോൾ ഒരെണ്ണം കാണാം, 1000 കുപ്പി ഇറക്കുമ്പോൾ ചിലപ്പോൾ ഒരെണ്ണം കാണാം, ചിലപ്പോൾ അബദ്ധത്തിലെങ്ങാനും പോയെന്നിരിക്കും. അത് നമുക്ക് സഹിക്കാൻ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഇത്രത്തോളം ലക്ഷക്കണക്കിന് കുപ്പികൾ പൊട്ടുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇവർക്ക് ഈ പൊട്ടൽ കുറഞ്ഞതെങ്ങനെ എന്ന് വിചാരിച്ചു. അതിനു വേണ്ടിയാണ് ഈ പ്ലാസ്റ്റിക് കുപ്പി ഇറക്കിയത്. പ്ലാസ്റ്റിക് കുപ്പിയിൽ മദ്യം കൊടുക്കുന്നുണ്ടെന്ന് ഇതിൽ ആ റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത് അതാണ്. അത് ഞാനത് കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല പ്ലാസ്റ്റിക് കുപ്പിയിൽ മദ്യം കൊടുക്കുന്നതായിട്ട്. അല്ലാത്ത കുപ്പി ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കൊടുക്കുന്നെങ്കിൽ ഈ കുപ്പി ഇത് പൊട്ടത്തില്ല പ്ലാസ്റ്റിക് ആവുമ്പോൾ. അപ്പം ഇവർക്ക് അന്നേരം പൊട്ടൽ കുറയാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ പ്ലാസ്റ്റിക് കുപ്പികളുടെ എണ്ണം അധികമാക്കിയപ്പോഴാണ് ഈ പൊട്ടലിൻ്റെ എണ്ണം കൂടിയത്. കാരണം ബാക്കി കുപ്പി മുഴുവൻ അങ്ങ് പൊട്ടുക. എന്ത് ചെയ്യാൻ പറ്റും? ഈ കുപ്പി തൊട്ട് കഴിഞ്ഞാൽ പൊട്ടുന്ന കുപ്പികളായിരിക്കും ഇവർ കൊടുക്കുന്നത്. ഇനി അപ്പോൾ അവരൊരു ഒരു ഒരു നിബന്ധന വെച്ചു. അതായത് മദ്യക്കമ്പനികൾ ഇതിന് നഷ്ടം സഹിക്കണമെങ്കിൽ ഇത് രേഖപ്പെടുത്തി വെക്കണം. ഏതൊക്കെ ബാച്ചിലുള്ളതാണ് പൊട്ടിയേക്കുന്നത്, ഏത് കുപ്പിയാണ് പൊട്ടിയേക്കുന്നത്, ആ കുപ്പിയുടെ കഴുത്തും അതിൻ്റെ അടപ്പും, ഈ പൊട്ടിയ ഭാഗത്തിൻ്റെ കഴുത്തും അടപ്പും കൊടുക്കണം. അങ്ങനെ വന്നപ്പോൾ ഇവന്മാർ നല്ലൊരു മാർഗം കണ്ടുപിടിച്ചു. ഇതെടുത്ത് കുടിക്കാനും പുറത്ത് കൊടുക്കാനുമാണല്ലോ ഈ പണി ചെയ്യുന്നത്. അതായത് ഈ പൊട്ടുന്നെന്ന് പറയുന്നത് 2,97,700 എന്ന് പറയുന്നത് 2 ലക്ഷത്തിൽ പരം കുപ്പികൾ യഥാർത്ഥത്തിൽ വെളി കൊടുത്തതോ അവർ ഉപയോഗിച്ചതുമാണ്. സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ കുപ്പിയുടെ കഴുത്ത് എങ്ങനെ കൊടുക്കും? അത് റെഡിയായിട്ട് അവർ കൊടുക്കും. അതിൻ്റെ കാരണം എന്താണെന്നറിയാം? ഇത് പുറത്ത് കൊടുക്കുമ്പോൾ, അല്ലെ അകത്തോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെടുത്ത് കുടിച്ചിട്ട് ഈ കുപ്പിയുടെ കഴുത്ത് അത് പൊട്ടിച്ച് ഒരടി താഴെ കൊടുത്തിട്ട് അതിൻ്റെ അടപ്പ് കഴുത്തും കൂടെ കൊടുത്താൽ മതിയല്ലോ. അതിന് പകരം വെളിയിൽ കൊടുക്കാമെന്ന് എന്ത് ചെയ്യും? അത് ഇവന്മാർ വേറെ കുപ്പിയിൽ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഈ കുപ്പി ഒട്ടിച്ച് കൊടുക്കും. കാര്യം തീർന്നു, മതി. ഇവർക്ക് പൊട്ടിയുടെ അതുപോലുള്ള അഴിമതികളാണ് ഇതിൽ നടക്കുന്നത്. ഇത് സർക്കാരിൻ്റെ സ്ഥാപനത്തിൽ നടക്കുന്ന അഴിമതിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ഈ കുടിയന്മാരുടെ ദേഹത്താണ്, തോളയിലാണ് പോകുന്നത്. കാരണം ഓരോ വർഷം കഴിയുമ്പോഴും ഇതിനിങ്ങനെ വില കൂട്ടിക്കൊണ്ടിരിക്കും. സർക്കാരിൻ്റെ പണമില്ലാതപ്പം ആകെപ്പാടെ ഈ കുടിയന്മാരുടെ കയ്യിൽ നിന്നാണ് പിടിച്ചു പറിക്കുന്നത്. അവരുടെ രാഷ്ട്ര സേവനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ വളരെ വലുതാണ് അവർ ചെയ്യുന്നത്. രാവിലെ മുതൽ പോയി ക്യൂ നിൽക്കുക, അതെടുക്കുക, അവസാനം അവന്മാർക്ക് ഇതും കിട്ടും. അവന്മാരെ ആട്ടും തുപ്പും എല്ലാം കേട്ട് ഇത് വാങ്ങിച്ചുകൊണ്ട് വരും. വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കുടിച്ചിട്ട് പെണ്ണുപിള്ളെ പോയി എടുത്തിട്ട് ഇടിക്കും. അവിടെ വീട് പട്ടിണിയാവും. എത്ര പേരാ നശിച്ചിരിക്കുന്നത്, എത്ര കുടുംബങ്ങളാണ് നശിക്കുന്നത്. കാരണം ഇതിൻ്റെ വില അനിയന്ത്രിതമായ അത്ര വലിയ വിലയാണ്. ഇതിൻ്റെ ടാക്സ് എന്നൊക്കെ പറയുന്നത് അതുപോലെ 300-350% ടാക്സ് ആണ്. ഇതിൻ്റെ നിർമ്മാണം 100 രൂപ നിർമ്മാണ ചെലവുള്ള ഉണ്ടെന്ന് പറയുന്ന ഒരു സ്ഥാപനം, അതിൻ്റെ എല്ലാ ചെലവും കഴിഞ്ഞ് അത് വിൽക്കുന്നത് ഈ 100 രൂപയുടെ സാധനം 600 രൂപയ്ക്കും 500 രൂപയ്ക്കും 600 രൂപയ്ക്കും ഒക്കെയാണ് കിട്ടുന്നത്. ഇത് വാങ്ങിച്ച് കുടിച്ചാൽ ഏതാണ്ട് നല്ല ശരീരത്തിൻ്റെ പോഷകമൊന്നും അല്ലല്ലോ. അവൻ്റെ കുടൽ നശിച്ചു പോകും, അവൻ്റെ കരൾ നശിച്ചു പോകും. ഇതൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുറഞ്ഞ മദ്യം വാങ്ങിച്ച് കുടിക്കുമ്പോൾ അതിനകത്ത് അത്രത്തോളം വലിയ ഇമ്പ്യൂരിറ്റീസ് ഒരുപാടുണ്ട്. വലുത് കൂടിയത് സ്കോച്ചൊക്കെ വാങ്ങിച്ച് കഴിക്കാനുള്ള നിവൃത്തി ഈ മലയാളികൾക്കൊന്നും ഇല്ലല്ലോ. അങ്ങനെ വരുന്നുടനെ അതുപോലെ സ്കോച്ച് തുടങ്ങിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ കൂടിയ സാധനങ്ങൾ വാങ്ങിച്ച് കുടിക്കുകയാണെങ്കിൽ ആരോഗ്യത്തിന് വലിയ കുഴപ്പം വരുത്തില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ആരോഗ്യമില്ലാത്ത ഒരു ജനത, കുടുംബം പട്ടിണിയാവുന്ന സ്ഥിതി, അതിൻ്റെ കൂടാണ് ഇപ്പോൾ കേട്ട ഈ തമാശ. ഈ 2,97,700 കുപ്പികൾ വെറും 2 വർഷം കൊണ്ട് പൊട്ടിപ്പോയത്, കയറ്റിറക്കിനിടയിൽ പൊട്ടിപ്പോയത്. ഇങ്ങനെ ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്നത് വലിയ ഒരു കഷ്ടമാണ് കേട്ടോ. പാവം കുടിയന്മാർ അതിന് സമാനം പറയാം.